എൻ്റെ അളിയാ ഇത് ഇത്രയ്ക്കും ടേസ്റ്റി ആണെന്നേ. ഊർമിള ഉണ്ണി മേഡം പറഞ്ഞപ്പോൾ പോലും ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഒരു ഇന്റർവ്യൂവിൽ മേഡം ഇങ്ങനെ പറയണ്ടായി ഇതിന്റെ റെസിപ്പി. അപ്പോൾ പോലും ഇത് ഇത്രയ്ക്ക് ടേസ്റ്റി ആണെന്ന് ഞാൻ ചിന്തിച്ചത് പോലും ഇല്ല കേട്ടോ. മാമ്പഴ പുളിശ്ശേരി എന്ന് പറഞ്ഞാൽ ഒരു വികാരമാണെങ്കിൽ പോലും ഇത് ഇത്രയ്ക്ക് വെറൈറ്റി ആയിട്ട് ഒരു ടേസ്റ്റ് കൊടുക്കുന്നത് എനിക്കറിയില്ലായിരുന്നേ. അപ്പോഴേ വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനേ. ആദ്യം ഒരു ചട്ടി എടുത്തിട്ടേ അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും മാമ്പഴം അങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടേ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം. കൂടെ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് ഒന്ന് മിക്സാക്കി ഒന്ന് വേവിച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ശർക്കര പാനിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സാക്കി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോഴേക്ക് ഒരു മിക്സർ ജാർ എടുത്തിട്ട് ഒരു കൈപ്പിടി തേങ്ങയും ഒരു കപ്പ് നല്ല പുളിയുള്ള തൈരും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്താണ് ഇതുപോലെ അരച്ചങ്ങോട്ട് മാറ്റി വെക്കണേ. ഇനി ആ ശർക്കര പാനിയിൽ നല്ല പോലെ വെന്ത് വന്ന നമ്മുടെ മാങ്ങയിലേക്ക് ഈ മിക്സ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണേ. നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സാക്കി എടുക്കണം. അപ്പോഴേക്കും നമ്മുടെ ഫ്ലെയിം അങ്ങ് ഓഫാക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഈ തൈരൊക്കെ നന്നായിട്ട് പിരിഞ്ഞു കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്നും കൂടെ മിക്സാക്കിയിട്ട് നമുക്കിതിലേക്ക് ഒരു താളിപ്പ് വേണം. അതിനെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് എണ്ണയോ നെയ്യോ എന്താ ഒഴിച്ചു കൊടുത്തിട്ട് കടുകും ചെറിയ ജീരകവും ഉലുവയിട്ട് ഒന്ന് പൊട്ടിച്ച് എടുത്തിട്ടേ നമ്മുടെ ഈ മാങ്ങയുടെ മിക്സിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാടോ. അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ.